സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തൊരു വീട്ട് ഫോണും പിടിച്ചു നിന്ന് ഗാഢമായ ഒരു ആലോചന. ആരെങ്കിലും വിളിക്കാനുണ്ടോ? ഏയ്, എന്നെ ആര് വിളിക്കാൻ? ഞാൻ ടൈം നോക്കാൻ വേണ്ടി ഫോൺ എടുത്ത് കൈവച്ചതാ. സാധാരണ കിടക്കുന്ന ടൈം കഴിഞ്ഞു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകേണ്ടതല്ലേ? നമുക്ക് കിടന്നാലോ? ശരി. എന്നെയും ഇന്ദ്രനെയും എന്നേക്കുമായി പിരിക്കാനുള്ള നിന്റെ ഈ ഗൂഢാലോചന വിജയിക്കാൻ പോകുന്നില്ല രവികുമാറെ. പകരം നീ ആയിരിക്കും എന്നെ പിരിഞ്ഞു പോകുന്നത്, അങ്ങ് സ്വർഗത്തിലേക്ക്. അങ്ങളെ, ഓഫീസിന്റെ ചാവി ഇന്ന് ദാസങ്ങൾ തന്നെ വെച്ചോ. നാളെ അവധിയാണെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാലോ? ഓ, ഇന്ദ്രൻ നാളെ ടൂറിന് പോകണല്ലോ. ഞാനതങ്ങ് മറന്നു. അല്ല, ആരൊക്കെ നാളെ പോകുന്നേ? അനു വീട്ടിൽ വിളിച്ച് അനിയത്തിമാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സോനിയും സത്യനും കാണും. ആഹാ, സത്യനും വരുന്നുണ്ടോ? ദാറ്റ്സ് ഫൈൻ. അല്ല, വയസ്സന്മാരാരെയും വേണ്ടെന്ന് വെച്ചിട്ടാവും അണ്ണനെ എന്നെയും ഇന്ദ്രന്റെ അമ്മയൊക്കെ ഒഴിവാക്കിയതല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല അങ്കിൾ. സോനയുടെ മൂഡ് ഓഫ് ഒന്ന് മാറ്റിയെടുക്കാൻ ചെറിയൊരു യാത്ര, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഞാനൊരു ജോക്ക് പറഞ്ഞാൽ തരാം. നിങ്ങൾ സന്തോഷമായിട്ട് പോയിട്ട് വാ. ഒരു എൻജോയബിൾ ഫാന്റാസ്റ്റിക് ഫാമിലി ട്രിപ്പ് ആവട്ടെ. പുറത്തുനിന്ന് ആരും ഇല്ലല്ലേ? അത് വീടിനടുത്തുള്ള ചിലരെ കൂടി വിളിക്കാൻ അനു പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ അവരാരെങ്കിലും കൂടെ കാണും. അത് കുഴപ്പമില്ല. അവിടെ ഉള്ളവരൊക്കെ നല്ല ആൾക്കാരാ. ഹർഷയുടെയും രവിയുടെയും കാര്യം അങ്കിളിനോട് പറഞ്ഞ കൂടുതൽ ചോദ്യങ്ങളുണ്ടാവും. അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാ പിന്നെ ഇന്ദ്രൻ വിട്ടോ. നാളെ യാത്രയുള്ളതല്ലേ, ഞാനും പോവാം. ശരി അങ്കിൾ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. ശരി, ഓക്കെ. നമുക്കൊരു സെൽഫി എടുക്കാം. സൂക്ഷിച്ച് നോക്കി. എങ്ങനെയുണ്ട്? അമ്പിളി ചേച്ചിയും കൂടി വേണമായിരുന്നു, എങ്കിലും ഇതൊരു പഞ്ചരത്ന സംഗമമായി മാറിയേനെ. ശരിയാ, പക്ഷേ അമ്പിളി ചേച്ചി രഘുവേട്ടനില്ലാതെ വരില്ലെന്ന് പറഞ്ഞ എന്ത് ചെയ്യാനാ? അതെ, നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോ 5 പേരുണ്ടായിരുന്നല്ലോ. മോളെ സോന, നീ എന്തിനാ ഇങ്ങനെ തനിച്ചു മാറി നിൽക്കുന്നേ? ബാക്കിയെല്ലാം മറന്ന് കുറച്ചു നേരം എല്ലാവരുടെയും കൂടെ സന്തോഷമായിട്ട് കഴിയാനല്ലേ നമ്മളിവിടെ വന്നത്. എന്നിട്ട് മോളിങ്ങനെ ഒറ്റയ്ക്ക് ആലോചിച്ചിരുന്നാൽ എങ്ങനെയാ? എന്താ സോന ഇങ്ങനെ സങ്കടം വരാൻ മാത്രം നീ ഓർത്തത്? ഗോകുലേട്ടൻ എന്നെ ഇതുപോലെ എല്ലായിടത്തും കൊണ്ടുപോയായിരുന്നു ഏട്ടത്തി. ഹൗസ് ബോട്ടിൽ ഞങ്ങൾ കേറിയിട്ടുണ്ട്. അതൊക്കെ ഓർത്തു പോയതാ. ഗോകുലേട്ടൻ ഇതെല്ലാം എത്ര പെട്ടെന്നാ മറന്നത്. സോന, അവൻ നിന്നെ വെറുതെ മോഹിപ്പിക്കുകയായിരുന്നെന്ന് ഇനി നിനക്ക് മനസ്സിലായില്ലേ? ആ ചിന്തയൊക്കെ മനസ്സിൽ നിന്ന് മാച്ചു കളയാനാ നമ്മളിവിടെ വന്നത്. നീ വന്ന് അവരോടൊപ്പം ചിരിക്ക്, എല്ലാം നിനക്ക് മറക്കാം. വാ വാ. അതെ, നിങ്ങൾ വീട്ടിന് പുറത്തിറങ്ങിയാലും ഒരുമിച്ച് നടക്കുന്നുള്ള വാശിയിലാണോ? സോനയ്ക്കൊരു കൂട്ടിന് വേണ്ടിയാ നിങ്ങളെ കൂടെ വരാൻ പറഞ്ഞത്, അല്ലാതെ ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ? നിന്റെ മുഖത്ത് ഗൗരവം കണ്ടതുകൊണ്ടാ ഞങ്ങളൊന്നും അടുക്കാതിരുന്നേ. ഇപ്പൊ റെഡിയായി. കാറ്റൊക്കെ ഏറ്റപ്പോ ഗൗരവം അലിഞ്ഞു പോയതാ. അനുചേച്ചി, ഇത് എപ്പോഴാ ചേച്ചി ബോട്ട് പുറപ്പെടുന്നേ? ഒന്ന് വേഗം പോവാൻ പറ. ധൃതി പിടിക്കാതെ, എല്ലാവരും വരണ്ടേ? നമ്മൾ മാത്രമല്ലല്ലോ പോകുന്നത്. സത്യം വരുവാനോ? പിന്നെ അവൻ വരും എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കണ്ടില്ല. ബോട്ടെടുക്കാൻ ടൈമായി. അതെങ്ങനെ? ഹർഷൻ രവിയും വരണ്ടേ? അവരല്ലേ ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്തത്? അവർ ഓൺ ദി വേയാ.
അധികം താമസിക്കില്ല. എത്ര ഏട്ടാ? ദേ സത്യേട്ടനെത്തി. ശരി ഏട്ടാ. ഞാൻ പോയി സത്യനെ കൂട്ടിക്കൊണ്ടുവരാം. ഞാനും വരാം ഏട്ടത്തി. എന്താ ചേരു, സത്യം വന്നിട്ട് നിനക്കൊരു സന്തോഷമില്ലാത്ത? ഏയ് ഒന്നുമില്ല. അതെന്താ ഇന്ദ്രേട്ടൻ അങ്ങനെ ചോദിച്ചേ? ആ അല്ല, നിനക്ക് അവനോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? അയ്യോ ദേഷ്യോ എന്തിന്? എനിക്ക് സത്യേട്ടനോട് ഒരു ദേഷ്യവും ഇല്ല ഇന്ദ്രേട്ടാ. ആ അത് മതി. ഞാൻ ലേറ്റായി എടുത്തി. എന്റെ ബൈക്ക് കംപ്ലൈന്റ് ആയിപ്പോയി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഫ്രണ്ട്സിനെ ആരും കിട്ടിയില്ല. അവന്മാരൊക്കെ പല പരിപാടികളിലുമായി. ഏട്ടൻ ലേറ്റ് ആയിട്ടൊന്നുമില്ല. ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്തവർ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോ ഇത് ഏട്ടനും ഏട്ടത്തിയും പ്ലാൻ ചെയ്ത യാത്രയല്ലേ? ഏയ് ഇത് ഹർഷാന്റി അവരുടെ ഹസ്ബൻഡിന്റെ സന്തോഷത്തിന് വേണ്ടി ഒരുക്കിയ ട്രിപ്പാ. ആണോ ഏട്ടത്തി? ആ അത് ആദ്യം അങ്ങനെ ഒരു യാത്രയുടെ കാര്യം പറഞ്ഞ ഹർഷയാ. ഒരു മാസമായി രവികുമാർ കിടപ്പിലായിരുന്നല്ലോ. പുള്ളിയുടെ ഒരു റിലീഫിന് വേണ്ടി ഹർഷ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു യാത്രയായാലോ എന്ന് ചോദിച്ചു. അവർക്ക് വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാനും ഇന്ദ്രനും ഒപ്പം കൂടാൻ തീരുമാനിച്ചു. പിന്നെ ഞങ്ങളതങ്ങ് വിപുലമാക്കി. ഹർഷയുള്ള കാര്യം എന്നോട് എന്താ ഏട്ടത്തി ഇതുവരെ പറയാതിരുന്നത്? അവർ അറേഞ്ച് ചെയ്ത ഈ ട്രിപ്പിന് വരെ എനിക്ക് താല്പര്യമില്ല. എടാ, ഇത് അവരുടെ മാത്രം ചെലവിൽ നടത്തുന്ന ട്രിപ്പല്ല. ഞങ്ങളും കൂടെ ഷെയർ ചെയ്യും. പിന്നെ നിനക്കെന്താ? അതെ സത്യ, കുറച്ചുപേര് ഒരുമിച്ച് പോകുമ്പോഴല്ലേ ഒരു സന്തോഷം. ഇത് നീ അങ്ങനെ കണ്ടാ മതി. ആ ഇവരൊക്കെ വന്നിട്ടുണ്ടോ? രണ്ടാളും എപ്പോ എത്തി? ഇന്നലെ ഉണ്ടായിരുന്നു ഇവിടെ? ഇല്ല, രാവിലെ വന്നത്. ഞങ്ങള് മാത്രമല്ല, ചീരേച്ചിയുണ്ട്. എന്നിട്ട് എവിടെ? ദേ പുള്ളിക്കാരി പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കോ. ഇപ്പൊ നിനക്ക് കൂടെ വരാൻ മടിയൊന്നുമില്ലല്ലോ. എല്ലാം ഓക്കെ ആയില്ലേ? എല്ലാവർക്കും ഓരോ കോഫിയാവും. എടുത്തോളൂ. എടുത്തു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സത്യേട്ടാ. ഇതൊരു ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ ചീരു. താനിവിടെ ഉണ്ടാവുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനും സത്യേട്ടന് ഈ യാത്രയിൽ ഉണ്ടാവില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞാനും വന്നത്. എന്നുവെച്ചാ ഞാൻ ഉണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചീരു വരത്തില്ലായിരുന്നോ? അതെ. എന്തിനാ വെറുതെ വീണ്ടും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് രണ്ടുപേരും മനസ്സിനെ ഇങ്ങനെ കൊല്ലുന്ന? എന്റെ ആഗ്രഹങ്ങളെയൊക്കെ മനസ്സിൽ നിന്ന് ഞാൻ പിഴുതെറിഞ്ഞ് കളഞ്ഞു സത്യേട്ടാ. ഇനി ബാക്കിയുള്ളവരുടെ മുന്നിലൊക്കെ അഭിനയിക്കാനും അവരുടെ ചോദ്യങ്ങൾക്ക് നാളെ ഉത്തരം പറയാനും എനിക്ക് വയ്യ. ഞാനിപ്പോ തിരിച്ചു പോണോ ചീരു? എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഒരു അപേക്ഷയുള്ളൂ. നമ്മൾ ഒരുമിക്കുമെന്ന പ്രതീക്ഷയും മനസ്സിൽ വെച്ചോണ്ട് സത്യേട്ടൻ ഇനി എന്നെ കാണരുത്. എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ അനിയനാ സത്യേട്ടൻ. അതിനപ്പുറം ഒരു ബന്ധവും നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല. ചിരു, പതുക്കെ സൂക്ഷിച്ച്. ആ അനു, രവി ഹർഷ എത്തി. നീ വാ, നമുക്ക് രവി ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അല്പം താമസിച്ചു പോയി അനു. ഞങ്ങളുടെ കുഴപ്പമില്ല. വഴിയിലൊരു ആക്സിഡന്റ്. കുറച്ചു സമയം റോഡ് ബ്ലോക്കായി. ഏയ് വൈകിയതൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ സമയം ആയിട്ടല്ലേ ഉള്ളൂ. എന്നാലും നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നല്ലേ? അതൊന്നും കുഴപ്പമില്ല. അനുവിന്റെ അനിയത്തിമാര് ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞോണ്ടാ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്. എല്ലാരും എത്തി അനു? ഇല്ല,
ഒരാളൂടെ വരാനുണ്ട്. അതാര്? അത് ശരി, ഇന്ദ്രേട്ടൻ മാറുന്നോ? ഇന്നലെ രാത്രി വിനയേന്ദ്രൻ വീട്ടിൽ വന്നപ്പോ ഇന്ദ്രേട്ടൻ തന്നെയല്ലേ അവനെ ക്ഷണിച്ചത്? ഓ, അത് ശരിയാണല്ലോ, ഞാനതങ്ങ് മറന്നുപോയി. ഹായ്. ആ ആ ഹലോ വിനയൻ. ഹലോ. സോറി ഇന്ദ്ര, എന്നെ വെയിറ്റ് ചെയ്യായിരുന്നല്ലേ? ഹേയ്, വിനയൻ കറക്റ്റ് ടൈമിലെത്തി. വാ, ബോർഡിലോട്ട് കയറാം. ശരി, വാ. വാ, വാ. കേറി. വാ. ഇവിടെ ഇരി. ഇവിടെ ഇരി. അപ്പൊ എല്ലാരും ആയല്ലോ അല്ലേ? സത്യനെവിടെ? ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. പീറ്ററേട്ടാ, എന്നാ പുറപ്പെടാം. ഓക്കെ. എന്താ മാഷെ, സുഖാണോ? ഓ, സുഖം. ഹർഷയ്ക്കും രവിക്കും ഇവരെ അറിയില്ലല്ലോ. എന്റെ അനിയത്തിമാരാ. ഇത് ചിലങ്ക, ദയ, മഞ്ചാണ്. എല്ലാം വെറൈറ്റി പേരുകളാണല്ലോ. സോനയെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? പിന്നെന്താ, സോനയെ അറിയില്ലേ ഞങ്ങൾക്ക്? ഇന്ദ്രന്റെ അനീത്തിയല്ലേ? ഈ സത്യനെന്താ മാറി നിൽക്കുന്നേ? ഏയ്, അല്ല, എന്നെ ആരും പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ വിനയേന്ദ്രൻ, ഇന്ദ്രന്റെ അനുവിന്റെ നെയ്ബറാ. രവിയെക്കുറിച്ചും ഹർഷയെക്കുറിച്ചും ഇന്ദ്രനും അനു ഇന്നലെ പറഞ്ഞായിരുന്നു. ഒരു കുടുംബം പോലെ കഴിയുന്ന ഫ്രണ്ട്സാ അല്ലേ? അതെ അതെ. നമ്മളൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകുമ്പോഴാ ഇത്തരം ഫ്രണ്ട്ഷിപ്പിന്റെ വില മനസ്സിലാക്കുന്നത്. രവിയുടെ അവസ്ഥയിൽ അത് ബോധ്യപ്പെട്ട് കാണുമല്ലോ അല്ലേ? അതെ. സ്നേഹവും സൗഹൃദം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ രണ്ടു പേരാണ്, ഇന്ദ്രനും അനുപമയും. എന്നാ സ്നേഹം അഭിനയിച്ച് പ്രിയപ്പെട്ടവരെ വഞ്ചിക്കുന്ന രണ്ട് പൊയ്മുഖങ്ങളെ ഞാനിന്ന് തുറന്നു കാട്ടും. അമ്പിളി, അമ്പിളി. അവള് പിള്ളേരുമായി ഫോണിൽ സംസാരിക്കാൻ തോന്നും. ഓ, ഹൗസ് ബോട്ടിൽ പോയതിന്റെ സന്തോഷം വിളിച്ചു പറയായിരിക്കും. ആ ശരി, ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം, നീ വെച്ചേക്ക്. കുട്ടികളെ പറഞ്ഞത് നന്നായി അച്ഛാ, അവര് ഭയങ്കര ഹാപ്പിയാ. അവിടെ ആരെക്കൊണ്ട്? ഒത്തിരി പേര് കാണുമായിരിക്കും അല്ലേ? അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ല അച്ഛാ. അയ്യോ, ഞാൻ അടുപ്പത്ത് ചായ വെച്ചിട്ടുണ്ട്, ഞാനത് എടുത്തിട്ട് വരാം അച്ഛാ. രഘുവേട്ടാ, അതിങ്ങിതാ. എന്തായാലും ഇന്ദ്രന്റെ അമ്മ പോയി കാണാനിടയില്ല. അവരുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പിള്ളേർ ഇത്ര സന്തോഷിക്കില്ല. അല്ല, അവര് വരുന്നു എന്നറിഞ്ഞാൽ തന്നെ അനു അനിയത്തിമാരെ ക്ഷണിക്കാനും ഇടയില്ല. രഘു, നീ ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ പിടിവള്ളി നഷ്ടപ്പെടുത്തി കളയല്ലേ? ഏയ്, ഞാനിതൊക്കെ പറയുന്നുണ്ടെന്നേ ഉള്ളൂ അമ്മാവ. എന്റെ ചിന്ത മുഴുവൻ ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ തന്നെയാ. താമസിക്കാതെ 1-2 പാർട്ടിയെ കൊണ്ട് അഡ്വാൻസ് കൊടുപ്പിക്കാനും കഴിയും. ചിലപ്പോ രജിസ്ട്രേഷൻ തന്നെ പെട്ടെന്ന് നടന്നു വരും. പല ബ്രോക്കർമാരും അതില് ചാടി വീഴാൻ ശ്രമിക്കുന്നുണ്ട്. അവര് നാട്ടിലില്ലാത്ത വിലയൊക്കെ പറഞ്ഞ് പത്മനാഭനെ ചാക്കിടാനും നോക്കും. ഇല്ല അമ്മാവ, പത്മനാഭൻ സാറിന്റെ അടുത്ത് ഇവരുടെ ഒരു ഉടായ്പ നടക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തെ ആര് വിളിച്ചാലും ഉടനെ എന്നെ വിളിക്കാൻ പറഞ്ഞ് നമ്പർ കൊടുക്കുക. ഞാനാണെങ്കി നല്ല പാർട്ടി വന്നാ നേരിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയാ ബിസിനസ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ വലിയ വിശ്വാസമാ. അത് മതി. മാന്യമായൊരു കമ്മീഷൻ പത്മനാഭൻ നിനക്ക് തരുന്നുണ്ടല്ലോ. അപ്പൊ രഘു കൂടുതൽ ആഗ്രഹിക്കണ്ട. ഇല്ലമ്മാവ, പക്ഷേ വില കൂടുതൽ കിട്ടിയ അതിനനുസരിച്ച് പെർസെന്റേജ് തരാമെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ടൂറിന് അധികം പേരൊന്നും ഇല്ലച്ചാ. ഇന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഇന്ദ്രന്റെ അനിയത്തി സത്യനും ഉണ്ട്. സത്യനും ഉണ്ടോ?
അതെന്തായാലും നന്നായി. വെറുതെ അല്ല നമ്മുടെ പിള്ളേര് നല്ല ഹാപ്പി ആയത്. അമ്മാവൻ ഇപ്പോഴും സത്യന്റെ പേര് കേൾക്കുന്ന അലർജിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മാവ? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. നീ എന്തിനാ രഘു വെറുതെ എഴുതാപ്പുറം വായിക്കുന്നത്? സത്യന്റെ കാര്യത്തിൽ അവന്റെ അമ്മ എന്നോട് എന്താ പറഞ്ഞതെന്ന് നിനക്കും അറിയാലോ. അത് മാത്രമല്ല, ചിലങ്കയുടെ ജാതകത്തിൽ ചെറിയൊരു ചൊവ്വാദോഷവുമുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ കുട്ടിയുടെ ജീവിതം ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കണോ രഘു? അതിപ്പോ സത്യന്റെ ജാതകവുമായി ചിലങ്കയുടെ ജാതകം ഒത്തുനോക്കിയിട്ടില്ലല്ലോ അമ്മാവ. ചിലപ്പോ നല്ല പൊരുത്തമുണ്ടെങ്കിലോ? ഇനിയിപ്പം ജാതകത്തിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടായാലും അവര് തമ്മിൽ നല്ല മനപ്പൊരുത്തുക. അതല്ലേ അമ്മാവ ശരിക്കും വേണ്ടത്? ഇതൊന്നും നീ എന്നെ പഠിപ്പിക്കേണ്ട രഘു. ആരെന്തു പറഞ്ഞാലും സുശീലയുടെ മരുമകളായി ഞാൻ എന്റെ മകളെ ആ വീട്ടിലേക്ക് അയക്കുന്ന പ്രശ്നമില്ല. അച്ഛൻ ഇങ്ങനൊരു ഉറച്ച തീരുമാനം എടുത്തിരുന്നെങ്കിൽ ചിലങ്കയെ ടൂറിന് അയക്കേണ്ടായിരുന്നു. അവളും സത്യനും ഇതൊന്നും അറിയാതെ. ആര് പറഞ്ഞു അറിയില്ലെന്ന്? ചിലങ്കയോട് ഞാൻ ഇന്നലെയും സംസാരിച്ചിട്ടുണ്ട്. അവൾക്ക് പുതിയൊരു ബന്ധം ആലോചിക്കുന്നതിനെ കുറിച്ച്. രവിയേട്ടാ, പിടിക്ക. എവിടെ പോരെ രവിയേട്ടാ? ഒന്ന് യൂറിൻ പാസ് ചെയ്യണം. എന്നോട് പറഞ്ഞ പോരെ, ഞാൻ പിടിക്കുമല്ലോ. ഇന്ദ്രേട്ടാ, രവി ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ആ പിന്നെന്താ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. വിട്ടോ ഹർഷ, ഇവിടെ ഞാൻ വരണോ? വേണ്ട. ആ വേണ്ട ഹർഷ, ഇവിടെ നമ്മൾ വന്നത് ഇവയെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാ. അയാൾ അനുവിനോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് ബ്ലോക്ക് ചെയ്യണോ ഇന്ദ്ര? അനുവിനെന്തായാലും നമ്മളിൽ ഒരു ഡൗട്ടും ഇല്ല. സത്യനും ഇപ്പൊ ഓക്കെയാ. ഏട്ടത്തി എന്താ ഇവിടെ തനിച്ചിരിക്കുന്നേ? അത് അവര് രവിയെ ബാത്റൂമിൽ കൊണ്ടുപോയിരിക്ക. സത്യൻ എന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? ഒന്നുമില്ല ഏട്ടത്തി, ഞാൻ അടുത്ത കടവിൽ ഇറങ്ങുവാ. എന്താ, എന്തു പറ്റി സത്യ? ചിലങ്ക നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? നിനക്കും അവരോടൊപ്പം കൂടിക്കൂടെ സത്യ? ശരിയാവില്ല ഏട്ടത്തി, എനിക്ക് പലതുമായിട്ടും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ഞാൻ ഇറങ്ങുവാ. നീ പാതി വഴിയിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാ അതെല്ലാവർക്കും വിഷമാവില്ലേ സത്യ? ഇല്ല ഏട്ടത്തി, ഞാനിതിൽ ഉണ്ടായിരിക്കുന്നതാ പലർക്കും വിഷമം. തൽക്കാലം അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞാൻ അത്യാവശ്യമായിട്ടൊരു കോള് വന്നിട്ട് തിരിച്ചു പോകാൻ തീരുമാനിച്ചെന്നൊന്നും പറഞ്ഞാൽ മതി. ചേട്ടാ, അടുത്ത കടവിലൊന്ന് അടുപ്പിച്ചു തരാവോ? ഇന്ദ്രേട്ടാ, സത്യൻ അടുത്ത കടവിൽ ഇറങ്ങുവെന്നാ പറയുന്നത്. അവന് ബോറടിച്ചെന്ന് തോന്നുന്നു. ഇന്ദ്രേട്ടന് ഒന്ന് ചെന്ന് സംസാരിച്ചു നോക്ക്. സത്യ, നിന്റെ ഈ വാശി ഒട്ടും ശരിയല്ല. ആര് വിളിച്ചിട്ടായാലും നീ ഇപ്പൊ പാതി വഴിയിൽ ഇറങ്ങി പോകുന്ന ഒട്ടും ശരിയല്ല. എന്റെ മനസ്സ് പറയുന്നത് കേട്ടാ എനിക്ക് ശരി. എന്റെ വാശിയായോ അഹങ്കാരമായോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം. പക്ഷെ എനിക്ക് പോയേ പറ്റൂ.
എന്തു പറ്റി ഇന്ദ്ര? സത്യം എങ്ങോട്ട് പോവാ? അറിയില്ല, അവൻ എന്തോ കോള് വന്നിട്ട് പോവാ. നമ്മളെല്ലാവരും ഒരുമിച്ചൊരു യാത്ര പോകുമ്പോ ഇറങ്ങിപ്പോവാൻ മാത്രം അത്ര സീരിയസ് കോൾ എന്തായിരിക്കും? ചിലപ്പോ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഇതിലും വലിയ പാർട്ടി എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് കാണും. ശരിയാ. പക്ഷെ ഈ ഒരു സന്തോഷവും ഫാമിലി അറ്റ്മോസ്ഫിയറും വേറൊരു പാർട്ടിയിലും ചെന്നാൽ കിട്ടില്ല എന്ന് സത്യന് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. പോട്ടെ, അവൻ അതാണ് വലുതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ പേരിൽ നമ്മുടെ സന്തോഷം കളയണ്ട. സത്യം. പീറ്ററേട്ടാ, പോവാം. അച്ഛൻ എവിടെ പോവാ? ഞാനും രഘുവേട്ടനും കൂടി രഘുവേട്ടന്റെ വീട്ടിലേക്കൊന്ന് പോവാൻ ഇറങ്ങുമായിരുന്നു. അവിടെ ജോലിക്കാരുള്ളതല്ലേ. നിങ്ങൾ പോകുമ്പോ വീട് പൂട്ടി താക്കോൽ സാധാരണ വെക്കുന്നിടത്ത് വെച്ചാൽ മതി. ശരിയെന്നാ, ഞാൻ ചുമ്മാ വിളിച്ചതാ. നമുക്ക് കാണാം. സത്യം വെക്കട്ടെ? ഓക്കെ. അമ്മാവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ചിലങ്ക സത്യനോട് നോ പറഞ്ഞു എന്ന് തോന്നുന്നു. അവൻ ഹൗസ് ബോട്ടിൽ നിന്ന് പാതി വഴിക്ക് ഇറങ്ങിപ്പോന്നു. വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയില്ല രഘു. സത്യനോ ചിലങ്കയോ അങ്ങനെ പരസ്യമായൊരു തർക്കവും പിണക്കവും ഇറങ്ങിപ്പോക്കും ഒന്നും നടത്തില്ല. അവരെ എനിക്കറിയാം. നിന്നോടിതിപ്പോ ആരാ വിളിച്ചു പറഞ്ഞത്? എന്നെ ആരും വിളിച്ചു പറഞ്ഞിട്ടല്ല. ഞാൻ ചുമ്മാ ഒന്ന് സത്യനെ വിളിച്ചു നോക്കിയതാ. ചിലങ്കയ്ക്ക് അമ്മവൻ സൂചന കൊടുത്തതുപോലെ സത്യനും ആരെങ്കിലും ഒരു സൂചന കൊടുക്കണമല്ലോ. പക്ഷേ അതിന്റെ ആവശ്യം വന്നില്ല. അവൻ തന്നെ അവന്റെ വിഷമം എന്നോട് പറഞ്ഞു. അവൻ ഇനി ആരെയും ബുദ്ധിമുട്ടിക്കില്ലെന്ന് വാക്കും തന്നു. അമ്മാവൻ വിഷമിക്കണ്ട. സത്യൻ ബോട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ഇത് മാത്രമല്ല കാരണം. അവൻ ഇഷ്ടമില്ലാത്ത ചിലർ ആ ബോട്ടിൽ ഉണ്ടായിരുന്നത് കൂടിയാ. അതാരാ അവൻ ഇഷ്ടമല്ലാത്തവർ? ഏതൊരു ഹർഷയും ഭർത്താവും. ഹർഷ എന്നൊരു പെൺകുട്ടിയെ കുറിച്ച് മാഷ് ചോദിച്ചില്ലേ? അവള് ശരിക്കും ആരാണെന്ന് മാഷിനറിയോ? നിങ്ങളുടെ മരുമകന്റെ വെപ്പാട്ടി. എനിക്ക് തോന്നുന്നത് നമ്മളന്ന് ഇന്ദ്രന്റെ കൂടെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടവരായിരിക്കും ഈ ഹർഷയും ഭർത്താവും. ഏത്? ആ വീൽ ചെയർ കണ്ടയാളും ഭാര്യയോ? അതെ. അയാളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഹർഷ പ്ലാൻ ചെയ്ത യാത്രയാണത്ര ഇത്. അതുകൊണ്ട് സത്യന് താല്പര്യമില്ലാതെ ഇറങ്ങിപ്പോന്നു. സത്യനെന്താ അവരോട് താല്പര്യക്കുറവ്? അവരവന്റെ ഏട്ടന് വേണ്ടപ്പെട്ടവരല്ലേ. ഇന്ദ്രനും സത്യനും തമ്മിൽ പല കാര്യത്തിലും വ്യത്യാസമുണ്ട്. അന്ന് തന്നെ ഇന്ദ്രൻ അവരോട് കാണിച്ച വിധേയത്വം നമുക്ക് ഇഷ്ടപ്പെട്ടോ? ഇന്ദ്രനെയും ഹർഷയും നിങ്ങൾ എപ്പോഴാ കണ്ടത്? ഏത് ഹോസ്പിറ്റലിൽ വെച്ചാ? ഒരു ദിവസം ഞാൻ അമ്പിളിയെ ചെക്കപ്പിന് കൊണ്ടുവരുന്നില്ല അമ്മാവ. ആ സമയത്ത് ഈ പറയുന്ന ഹർഷയുടെ ഭർത്താവിനെ ഇന്ദ്രനും ഹർഷയും കൂടി അവിടെ കൊണ്ടുവന്നിരുന്നു. അന്ന് രഘുവേട്ടൻ വിളിച്ചപ്പോ ഇന്ദ്രൻ ഫോൺ എടുത്തില്ല. പക്ഷെ അതേ ഹോസ്പിറ്റലിൽ വെച്ച് ഇന്ദ്രൻ ഹർഷയുടെ ഭർത്താവിനെയും താങ്ങി നടക്കുന്നത് ഞങ്ങൾ കണ്ടു. അവൻ നിങ്ങളെ കണ്ടില്ലേ? ഇല്ല, ഞങ്ങളായിട്ട് മുമ്പിലേക്ക് ചെന്നില്ല. തൊട്ടുപുറകെ അനു സത്യനും വന്നെങ്കിലും അവരോട് പോലും ഞങ്ങൾ ആ കാര്യം പറഞ്ഞില്ല. അതെന്താ പറയാതിരുന്നത്? നിങ്ങളുടെ അനിയത്തിയുടെ ഭർത്താവല്ലേ ഇന്ദ്രൻ? അവനെ മറ്റൊരു സ്ത്രീയോടൊപ്പം കണ്ടാൽ നിങ്ങൾ ഒഴിഞ്ഞു മാറുകയാണോ വേണ്ടത്? അതുപോട്ടെ, അനുപമയെ ആ കാര്യമൊന്നും അറിയിക്കെങ്കിലും വേണ്ടേ? അവൾ അറിഞ്ഞുകൊണ്ടാണോ ഇന്ദ്രൻ അവരോടൊപ്പം പോയതെന്ന് അന്വേഷിച്ചറിയാനുള്ളൊരു ചുമതലയെങ്കിലും നിങ്ങൾക്കില്ലേ? അച്ഛാ, ഇന്ദ്രൻ അവർക്കൊപ്പം സഹായം ചെയ്യുന്നതായിട്ടേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അത് മാത്രമല്ല, അവിടെ ഉണ്ടായിട്ടും രഘുവേട്ടൻ ഫോൺ വിളിച്ചപ്പോ ഇന്ദ്രൻ എടുത്തില്ല എന്നറിയുമ്പോ അനുപമ വിഷമിക്കില്ലേ അച്ഛാ? അതുകൊണ്ടാ ഞങ്ങള്. എന്താ അമ്മാവ, ഈ ഹർഷയും ഭർത്താവിനെ അമ്മാവനറിയോ? എനിക്ക് ആരെ അറിയില്ല. പക്ഷേ അനുമോൾ ഒരു പാവ. സ്നേഹം തോന്നുന്നവരെ അവൾ കണ്ണുമടച്ച് വിശ്വസിക്കും. എന്റെ മക്കൾ ആരുടെയും മുമ്പിൽ വിഡ്ഢികളായി പോകരുത്. ഞാൻ അതുകൊണ്ട് പറഞ്ഞതാ.
ദേ കഴിക്കേ. രവിയേട്ടാ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട. ഇതെന്താ എനിക്ക് തരാതെ ആഹാ ഇനി ഞാൻ കുറച്ച് കഴിക്കട്ടെ. ആ ദാസങ്ങളാ, ഒരു മിനിറ്റ്. ഹലോ, ആ അങ്കിള്, ആ ഞങ്ങളിപ്പോ ബോട്ടില്ല. സമയം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ യാത്രയിൽ അനുവിന് എന്തെങ്കിലും സൂചനയെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഇന്ദ്രനും ഹർഷയും തമ്മിലുള്ള ബന്ധം ഇതോടെ സ്ട്രോങ് ആവും. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതാകും. അയ്യോ, ഞാനിന്ന് വാഷ് ചെയ്തിട്ട് വരാം. എന്താ രവി? ആമി തന്ന ആ കത്ത് അനു വായിച്ചില്ലേ? വായിച്ചു. അതിൽ രവി എനിക്കും ഇന്ദ്രേട്ടനും നന്ദി ഉണ്ടെന്നല്ലേ എഴുതിയിരുന്നത്. അല്ല അനു, കത്ത് മാറിയോ? ആ അനു, ചായ ഇത്ര പെട്ടെന്ന് എടുത്തോ? ഇല്ല, വെച്ചിരിക്കുവാ. മാറിയെങ്കിൽ രവിയുടെ കത്ത് ഇന്ദ്രേട്ടന്റെ കയ്യിൽ എത്തിയിരിക്കണം. രവി എന്താ എഴുതിയത്? എനിക്ക് ഹർഷയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അനുവിനെ അറിയിക്കാനുണ്ടായിരുന്നു. ഇന്ദ്രനെ അറിയാതെ ഇന്ന് ഈ യാത്രയിൽ എനിക്ക് അതിനൊരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്നാ ഞാൻ അതിൽ എഴുതിയിരുന്നേ. ഓ, അതായിരിക്കണം ഹർഷയും ഇന്ദ്രേട്ടനും നമ്മുടെ അടുത്തുനിന്ന് മാറാത്തത്. ഇന്ദ്രേട്ടനെയും ബാധിക്കുന്ന എന്തെങ്കിലും ആണോ? ഭാവിയിൽ ബാധിച്ചേക്കാം. അതുകൊണ്ട് ഹർഷയെ നീ വിശ്വസിക്കരുത് അനു. അവളെ എപ്പോഴും നീ സൂക്ഷിക്കണം. സൂക്ഷിക്കണമെന്ന് പറയുമ്പോ പറയ് രവി. അവള് വരുന്നുണ്ട്. സാഹചര്യം ഒത്തുകിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ ഞാനത് പറയും. അല്ലെങ്കിൽ ചിലപ്പോ ഒരിക്കലും എനിക്കത് പറയാൻ സാധിച്ചില്ലെന്ന് വരാം. രവിയേട്ടാ, എന്തിനിങ്ങനെ നിൽക്കുന്നേ? കാല് വയ്യാത്തതല്ലേ? വന്നേ, വന്നിരുന്നേ. വാ രവിയേട്ടാ, വാ. പതുക്കെ. എന്തിനായിരിക്കും? എന്തായിരിക്കും രവിക്ക് പറയാനുള്ളത്? ഹർഷയും ഇന്ദ്രേട്ടനും അത് തടയുന്ന എന്തിനായിരിക്കും? അതെ, ആരോടി? ആ കറക്റ്റ്. സോന, നന്നായിട്ട് പഠിക്കണം കേട്ടോ. രവിയേട്ടാ, ഇവിടെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കാതെ കുറച്ച് സമയം പോയി കിടന്നൂടെ? മുറിയുണ്ടല്ലോ, പിന്നെന്താ? കുഴപ്പമില്ല. മുറി കിടന്നുറങ്ങാനാണെങ്കിൽ ഹൗസ് ബോട്ടിൽ വന്ന എന്തിനാ? വീട്ടിൽ തന്നെ കിടന്നുറങ്ങിയാ പോരെ? അങ്ങനെയാണെങ്കിൽ ഹൗസ് ബോട്ടിൽ എന്തിനാ റൂം വെച്ചിരിക്കുന്നേ? അത് രാത്രി കിടന്നുറങ്ങാൻ വേണ്ടിയാ. ഞാൻ രവിയേട്ടനോട് തർക്കത്തിനില്ല. വയ്യാതിരിക്കുന്ന ആളാ. ഉച്ചയ്ക്ക് ആഹാരവും മരുന്നും കഴിച്ച് 2 മണിക്കൂറെങ്കിലും സുഖമായിട്ട് ഉറങ്ങുന്നയാളാ. അനു, നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. രവിയേട്ടൻ കുറച്ചു നേരമെങ്കിലും കിടന്നില്ലെങ്കിലേ വൈകുന്നേരത്തോടെ കാലിൽ നീരും പെയിനും വരുമെന്നുള്ള കാര്യം ഉറപ്പാ. എങ്കിൽ കുറച്ചു നേരം പോയി കിടന്ന് റെസ്റ്റ് എടുത്തൂടെ രവി? ഇപ്പോ എല്ലാവരും ഉറക്കത്തിന്റെ മൂഡിലാ. അതെ, ഇപ്പൊ പോയി കിടന്നാ വൈകുന്നേരം ഫ്രഷ് ആയിട്ട് എഴുന്നേക്കാം, അല്ലേ അനു? ആ അതെ, ശരി രവി. വാ.
പക്ഷെ മാറ്, വഴി കാണുന്നില്ല, നോക്കട്ടെ. നിങ്ങൾക്ക് അനുപമയോട് എന്തൊക്കെയാ പറയാനുള്ളത്? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ ഹർഷയ്ക്ക് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാം കേട്ട് കഴിയുമ്പോഴേ കായലിൽ ചാടി ചാവുന്നത് അനുപമ തന്നെയായിരിക്കും. അപ്പോ ഞാൻ അനുപമയെല്ലാം അറിയിക്കാൻ പോവാന്ന് നിനക്ക് മനസ്സിലായല്ലേ? പിന്നെന്താ നിങ്ങൾ വിചാരിച്ചേ, ഹർഷ വെറും മണ്ടിയാണെന്നോ? ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് എനിക്കും ഇന്ദ്രനും നിങ്ങളുടെ അനുപമയുടെ മുന്നിൽ നല്ല സുഹൃത്തുക്കളായി തന്നെ തുടരാൻ വേണ്ടിയാ. അല്ലാതെ ഞങ്ങളെ തമ്മിൽ അകറ്റി നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. നിനക്കും ഇന്ദ്രനും നല്ല സുഹൃത്തുക്കളായി തുടരാൻ വേണ്ടിയാണോ? എന്റെ മുഖത്ത് നോക്കി നിനക്ക് ഇപ്പോഴും ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുന്ന എങ്ങനെയാടി? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാടി. നീയും അവനും എന്റെ വീട്ടിൽ ഒരു ചുവരിനപ്പുറത്ത് നിന്ന് എന്നെ ചതിക്കുന്നത്. രവിയേട്ട, മാപ്പ്. എന്നോട് മാപ്പാക്കണം രവിയേട്ട. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. എന്നോട് പൊറുക്കണം പ്ലീസ്. നിന്നോട് ഞാൻ പൊറുക്കാം, അവനോട് അവന്റെ ഭാര്യയും പൊറുക്കുമെങ്കിൽ. അയ്യോ, അപ്പൊ രവിയേട്ടൻ എല്ലാ അനുപമയോട് തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചോ? അതേടി, ഇപ്പോഴും ഇതിനകത്ത് വെച്ച് പോലും ഞാനും അനുപമയും വഞ്ചിക്കപ്പെടുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയും വൈകിയാ ചിലപ്പോ എനിക്കൊന്നും അനുപമയെ അറിയിക്കാൻ പറ്റില്ല എന്ന് വരും. നീ എന്നെ കൊല്ലാനും മടിക്കില്ല എന്ന് എനിക്കറിയാം. ഒരവസരം കൂടി എനിക്ക് തന്നൂടെ രവിയേട്ട. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. രവിയേട്ടന്റെ നല്ല ഭാര്യയായി, രവിയേട്ടന്റെ കുഞ്ഞിന്റെ അമ്മയായി ഞാൻ ഒതുങ്ങി ജീവിച്ചോളാം രവിയേട്ട. പ്ലീസ് രവിയേട്ട. അങ്ങനെയാണെങ്കിൽ ഇന്ദ്രന്റെയും അനുപമയുടെ മുന്നിൽ വെച്ച് നീ ഇത് പറയണം. നീ തെറ്റ് ചെയ്തെന്ന് അവരുടെ മുന്നിൽ വെച്ച് പറയണം. ഇന്ദ്രന്റെ അനുവിന്റെ മുന്നിൽ വെച്ച്? പിന്നെ അവരുടെ ലൈഫ് എന്താവും രവിയേട്ട? അനു ഇതറിയുന്ന നിമിഷം തന്നെ ആത്മഹത്യ ചെയ്യുമെന്ന് ഉറപ്പാ. അതോർത്ത് നീ പേടിക്കണ്ട. അനുപമയ്ക്ക് ദോഷം വരുന്ന തരത്തിൽ ഞാൻ ഒന്നും ചെയ്യില്ല. പരപുരുഷ ബന്ധത്തിലൂടെ നീ എന്നെ ചതിച്ചു എന്ന് മാത്രം അനുപമയുടെ മുന്നിൽ സമ്മതിച്ചാ മതി. ആ പുരുഷൻ ആരാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുമില്ല, ഞാൻ നിന്നോട് ചോദിച്ചിട്ടുമില്ല. അനുപമ നിന്നോട് ക്ഷമിക്കണമെന്നേ പറയൂ. ഇന്ദ്രനൊരു മനുഷ്യനാണെങ്കിൽ പിന്നെ ഇങ്ങനൊരു തെറ്റ് പിന്നെ അവൻ ചെയ്യില്ല. എനിക്കതേ വേണ്ടൂ. അതിന് നീ തയ്യാറാവണം. ഇല്ല രവിയേട്ട, അനുപമയുടെ മുന്നിൽ ഒരു പിഴച്ച സ്ത്രീയായി മുദ്ര കുത്തപ്പെടാൻ എനിക്ക് വയ്യ. അതിനേക്കാൾ നല്ലൊരു വഴി എന്റെ മനസ്സിൽ ഇപ്പൊ തോന്നുന്നുണ്ട്. ഞാൻ ഈ ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിച്ചേക്കാം. എനിക്ക് ഇത്രേ ജീവിതം ഉള്ളൂന്ന് ഞാൻ വിചാരിച്ചോളാം രവിയേട്ട. ഒരു സങ്കടം എനിക്കുള്ളൂ. എന്റെ തെറ്റുകൊണ്ട് രവിയേട്ടന്റെ കുഞ്ഞിനെ കൂടി ഇല്ലാതാക്കേണ്ടി വരുമല്ലോ എന്നുള്ള സങ്കടം. ഞാൻ പോവാ രവിയേട്ട. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുക. മാപ്പ് രവിയേട്ട. ആ, നിങ്ങൾ വന്നോ? വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞോ രഘു? ആ, ഒരുവിധം കഴിഞ്ഞു അമ്മാവ.
ഇനിയൊന്ന് തൂത്തു തുടച്ചാൽ തൽക്കാലം കയറി താമസിക്കും. ആ പണിയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവളെ കൊണ്ട് നീ കൂടുതൽ അധ്വാനിപ്പിക്കല്ലേ രഘു, അറിയല്ലോ അവസ്ഥ. അയ്യോ, അമ്പിളിയെ ഞാൻ കൂടെ കൂട്ടിയെന്നേ ഉള്ളൂ. ഭാരിച്ച ഒരു ജോലിയും ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ല. പിന്നെ എന്റെ കണ്ണു വെട്ടിച്ച് ഇവളെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. അത് തന്നെയാ കുഴപ്പം. വെറുതെ അവിടെ പോയി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ശ്രാദ്ധത്തിന് ഇന്ദ്രന്റെ വീട്ടിൽ നിന്ന് ചിലപ്പോ ആരും വരണമെന്നുമില്ല. ഇന്ദ്രനും മനുവും മാത്രമാണ് വരുന്നതെങ്കിൽ നമുക്കെല്ലാവർക്കും ഇവിടെ കൂടാവുന്നതല്ലേ ഉള്ളൂ. അതെന്താ അച്ഛനിപ്പോ അവരാരും വരില്ലെന്ന് തോന്നാൻ കാരണം? ഇടയ്ക്ക് എല്ലാരെയും ക്ഷണിക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അത് പിന്നെ ഇന്ദ്രന്റെ വീട്ടുകാരുടെ കാര്യം നമുക്കറിയാവുന്നല്ലോ രഘു. ഇന്ന് കാണുന്നത് പോലെ ആയിരിക്കില്ല നാളെ. എന്തായാലും ഇത്തവണ മരുമക്കളും കൂടി പങ്കെടുക്കുന്ന ശ്രാദ്ധം നല്ല രീതിയിൽ നടത്തണമെന്ന് അമ്മാവൻ ആഗ്രഹിച്ചതല്ലേ. നമുക്ക് ക്ഷണിക്കേണ്ടവരെയൊക്കെ ക്ഷണിക്കാം. വരുന്നവര് വരട്ടെ. നോക്കാം. മോളെ, അച്ഛന് കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുത്തു. ചായ എടുക്കാച്ച. ശരി. അമ്മാവൻ ആ ഹർഷയുടെ കാര്യം കേട്ടതിന് ശേഷം എന്തോ ഒരു അസ്വസ്ഥതയുണ്ടല്ലോ. എന്താ അമ്മാവ കാര്യം? അവൾ ആരാ? അമ്മാവൻ അവളെ അറിയില്ലെന്ന് പറഞ്ഞത് ഞാൻ എന്തായാലും വിശ്വസിച്ചിട്ടില്ല. അതെന്താ? ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? അവളെ കുറിച്ച് കേട്ടപ്പോ എന്റെ മനസ്സൊന്ന് അസ്വസ്ഥമായി എന്നുള്ളത് സത്യമാ. അത് അവളെ കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ടാ. അതിപ്പോ അനുപമയ്ക്ക് വിശ്വാസമാണെങ്കിൽ പിന്നെ അമ്മാവൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. നിന്റെ ഓഫീസിൽ ജോലി ചെയ്തൊരു പെണ്ണുണ്ടായിരുന്നല്ലോ, മഞ്ജരി. നിനക്കവളെ വലിയ വിശ്വാസമായിരുന്നല്ലോ. അമ്പിളിക്കും അവളിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചത്? ദൈവാനുഗ്രഹം കൊണ്ട് മാത്ര നീയും ഈ കുടുംബവും വലിയൊരു അപമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇന്ദ്രന്റെ കാര്യത്തിലും അതുപോലെ വല്ലതും സംഭവിക്കുമെന്ന എന്റെ ഭയം. അത്രേ ഉള്ളൂ. രവി ഹർഷ ഇതുവരെ എഴുന്നേറ്റില്ലല്ലോ. ഉറക്കത്തില് പോട്ടിലാണെന്ന കാര്യമൊക്കെ മറന്നുപോയോ? അത്രയ്ക്ക് ക്ഷീണം ഉണ്ടാവും രണ്ടാൾക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഉറങ്ങിപ്പോവോ? ഇന്ദ്രേട്ടൻ വരൂ, നമുക്ക് പോയി വിളിച്ചുണർത്താം. ശരി, നോക്കാം. ആ, എഴുന്നേറ്റോ? എന്തൊരു ഉറക്കമായത്. ഞങ്ങൾ വിളിക്കാൻ വരുമായിരുന്നു. രവിയേട്ടൻ എന്നെ പറ്റിച്ചാനു. പുള്ളിക്കാരൻ എഴുന്നേറ്റ് വരുമ്പോ എന്നെ കൂടി വിളിക്കണ്ടേ? രവി എഴുന്നേറ്റെന്നോ? അതെ, മുറിയിലില്ലല്ലോ. ശരിക്കും നോക്കിയോ ഹർഷ? രവി ഇങ്ങോട്ട് വന്നിട്ടില്ല. അയ്യോ, പിന്നെ രവിയേട്ടൻ എവിടെ പോയി? ഇനി അടുത്ത മുറിയിൽ എങ്ങനെ പോയി കിടന്നു കാണോ? ഏയ്, അവിടെ ഇത്രയും സമയം ഞാനും വിനേന്ദ്രനും ഉണ്ടായിരുന്നു. നിങ്ങൾ കിടന്ന മുറിയിൽ ഇല്ലെന്ന് ഉറപ്പാണോ ഹർഷ? ഉറപ്പാനു. ഞാൻ ബാത്റൂമിലൊക്കെ പോയി നോക്കിയിട്ടാ വരുന്നേ. ഈശ്വര, പിന്നെ രവിക്ക് എന്ത് പറ്റി? ഇന്ദ്രേട്ടാ, ഒന്ന് എല്ലാവരോടും നോക്കാൻ പറ. അയ്യോ, രവിയേട്ടൻ ഇത് അങ്ങോട്ട് പോയി. ഈശ്വര. വിനയ, രവികുമാറിനെ കാണുന്നില്ല. കാണുന്നില്ലേ? എവിടെ പോയി? അറിയില്ല. റൂമിലൊക്കെ നോക്കി അവിടെ എങ്ങും ഇല്ല. ഒന്ന് പോയി നോക്കൂ അവിടെ എവിടെങ്കിലും. ഇത് രവിയുടെ വോക്കിംഗ് സ്റ്റിക്ക് ആണല്ലോ. അയ്യോ, രവിയേട്ടാ, രവിയേട്ടാ. ഹർഷ, ഹർഷ, ഹർഷ.
വയ്യാതിരിക്കുമ്പോ രവി എന്തിനായിരിക്കും അങ്ങോട്ട് പോയത്? നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഏയ്, ഒന്നും ഉണ്ടായിട്ടില്ല. വലിയ സന്തോഷത്തിലായിരുന്നു രവിയേട്ടൻ. അല്ലെങ്കിലും അറിഞ്ഞുകൊണ്ട് രവിയേട്ടൻ ഒരു കടുങ്കയും ചെയ്യില്ല. അനു, ജീവിക്കാൻ വലിയ കൊതിയായിരുന്നു. ഈശ്വര, എങ്ങനെയെങ്കിലും ആ പാപത്തിന് രക്ഷപ്പെടാൻ സാധിക്കണേ. ആപത്തൊന്നും വരുത്തല്ലേ ദൈവമേ. നീ ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ലെന്ന് എനിക്കറിയാം. ഇത്രയും കാലം എന്നെ വഞ്ചിച്ചിട്ടും നിനക്കെല്ലാവരുടെയും മുന്നിൽ വലിയ ശീലാവതിയായി നടക്കണം അല്ലേ? ആയിക്കൂ, നീ വേറെ ആരുടെ മുമ്പിലും അപവാദമായിട്ട് നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ നിന്റെ തനിനിറം അനുപമയെ അറിയണം. അവൾ ഇനി ഒരിക്കലും ഇന്ദ്രനെ നിന്റെ അടുത്തേക്ക് അയക്കരുത്. എന്നെ പോലെ അവളും ഇനി ചതിക്കപ്പെടരുത്. അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അത് നീ ചെയ്തില്ലെങ്കിൽ ഇപ്പോ ഈ നിമിഷം ഈ ബോട്ടിനകത്തുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ ആരാണെന്ന് ഞാൻ വിളിച്ചു പറയും. ഹർഷ, ഞാനിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളും കൂടിയാ. എന്നിട്ടിപ്പോ എന്നെ മാത്രം നാണം കെടുത്താൻ നോക്കുന്നോ? നീ ഇന്ദ്രനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. അനുപമയുടെ ജീവിതം തകരരുത്. അതിനുവേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അനുപമയുടെ ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് പോവും. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി എന്നെ കുറെ കൂട്ടുകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു പോകുമ്പോ നിങ്ങൾക്കൊരു മാനക്കേടും മനസ്താപം തോന്നിയില്ലല്ലോ. നീ എന്നെ ശിക്ഷിച്ചോ? എന്തിനാ അനുപമയെ? നിങ്ങളെ ഇന്ന് ശിക്ഷിക്കാൻ തന്നെ എന്റെ തീരുമാനം. വേണ്ട ഹർഷ, പ്ലീസ്. ഹർഷ, വേണ്ട. ഹർഷ, വേണ്ട. ഹർഷ, നീ ഇന്ദ്രനെ ഉപേക്ഷിച്ച ബാക്കിയെല്ലാം നമുക്ക് മറക്കാം. നമുക്ക് സുഖമായിട്ട് ജീവിക്കാം ഹർഷ. സോറി രവിയേട്ടാ, എനിക്ക് ഇന്ദ്രനില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഹർഷ,